മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. മഹാലക്ഷ്മിയോടെ ഇവൻ പഠിക്കുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പഠിക്കാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് കണക്കില്. അതുകൊണ്ട് തന്നെ ഫൈനാൻസേഴ്സ് ഏറ്റെടുത്ത ശേഷം മിന്നിച്ചാ പോകുന്നത്. ഇവന്റെ അച്ഛനേക്കാളും ബിസിനസിന്റെ കാര്യത്തിൽ കാലന ഇവൻ. മരിക്കുന്നതിന് മുമ്പ് വരെ ഒന്നേ അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ, എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും 1-ാം തീയതി തന്നെ കൃത്യമായിട്ട് സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കണം. അതുപോലെ തന്നെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരിക്കലും കൈമോശം വരരുത്. നിനക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്റെ 12ാമത്തെ പിറന്നാൾ ദിനത്തെപ്പറ്റി. കേട്ടോ മഹി, അച്ഛൻ മരിച്ച ശേഷം അതറിയാതെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഐസിന് മുന്നിലും പിന്നെ വാർഡിലും ഒക്കെ അനന്തും ഇവനും ഉണ്ടായിരുന്നു, രാപ്പകലില്ലാതെ. അവസാനം എന്റെ അനന്തു എന്നോട് അസത്യം പറഞ്ഞത്. ആക്സിഡന്റിൽ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ട വിവരം. എടാ, ഞാൻ കരഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ? നീ കരയാത്തതായിരുന്നു എന്റെ വാപ്പയുടെയും അനന്തുവിന്റെയും അച്ഛന്റെയും ഒക്കെ ഭയവും സങ്കടവും. മനസ്സ് മരവിച്ചു പോയവൻ പിന്നെ എങ്ങനെ കരയാനാടാ? അമ്മ മരിക്കുമ്പോ എനിക്ക് 4-5 വയസ്സ് പ്രായമേ ഉള്ളൂവെങ്കിലും ഓർമ്മയായ പ്രായമല്ലെങ്കിലും അന്ന് ഒരുപാട് അലമുറ ഇട്ടതല്ലേ, കണ്ണീര് ഒരുപാട് കളഞ്ഞല്ലേ. അച്ഛനും കൂടെ പോയതോടെ കണ്ണീര് പറ്റിയെന്ന് പറയാം. കേട്ടോ ലക്ഷ്മി, അതൊക്കെ കഴിഞ്ഞ് ഇവന് സ്കൂളിലേക്ക് വീൽ ചെയറിൽ വന്ന ശേഷം ഒരു ദിവസം സ്കൂളിലേക്ക് ഒരു ലോറി വന്നു. കല്ലെറുക്കാനായിട്ട് വന്ന ലോറിയാ. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഒരു കല്ലെടുത്ത് ആ ലോറിയിലേക്ക് ഒറ്റയേറ്. ആ ഒരു ഒറ്റയേറിന് അതിന്റെ ചില്ല് പൊട്ടി തകർന്നു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ മഹി, പിന്നീട് എനിക്ക് ലോറി കാണുന്നതും ലോറിയുടെ ശബ്ദം കേൾക്കുന്നതും അരോചകമായിരുന്നു. ആ സമയത്ത് ഞാൻ വയലന്റ് ആകും. പിന്നെ നല്ല ചില ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റിനും ഉപദേശത്തിനും ഒക്കെ ശേഷം ആ സ്വഭാവത്തിനൊരു മാറ്റം വന്നത്. ഇയാൾക്ക് ലോറി കാണുന്നത് അത്രയ്ക്ക് ദേഷ്യമാണെങ്കിൽ എന്റെ അച്ഛനുണ്ട് 6-7 ലോറി. അത് ഇയാളുടെ മുന്നിലൂടെ താലങ്ങും വിലങ്ങും ഓടിക്കേണ്ടതാ. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ അയാളുടെ അച്ഛനെ പോയുള്ളൂ, അയാൾ പോയില്ല. അതിൻ്റെയാ എനിക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നേ. നല്ലൊരു ഫംഗ്ഷനാ, അതിനിടയ്ക്ക് ലക്ഷ്മി എന്തിനാ കരയിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ട് ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലേ? ഇയാളൊരു പാവ. ആകെ കൂടി എന്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു വലിയ നഷ്ടം ഇയാളുടെ കുടുംബജീവിതം. അത് ഇടയ്ക്കിടയ്ക്ക് പറയും. അതാ റിയാസക്ക എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നിനക്കൊരു കുടുംബം ഉണ്ടാവുകയാണെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ നന്നായി നോക്കുന്ന ഒരാൾ വരണമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന. അത് പടച്ചോൻ കേട്ടടാ. അന്നത്തെ ആക്സിഡന്റ് എന്നെപ്പോലെ തന്നെ എന്റെ കണ്ണേട്ടന്റെയും മനസ്സിൽ അതേപടി നിൽക്കുക. അതിന് ഞാനും സാക്ഷിയാണെന്ന് കണ്ണേട്ടൻ അറിഞ്ഞ ഉറപ്പായിട്ടും ഈ സ്നേഹം പിന്നീട് എന്നോട് കാണില്ല. കാരണം കണ്ണേട്ടന്റെ എല്ലാമായ അച്ഛനെ കണ്ണേട്ടനിൽ നിന്ന് വേർപെടുത്തിയത് ആ ആക്സിഡന്റാ. എന്റെ ഭർത്താവിനെ വീൽ ചെയറിലാക്കിയതും ആ ദുരന്തം.
അതെ, എന്റെ അച്ഛൻ 7 ലോറി ഉണ്ടല്ലോ. അതില് ഒരു ലോറി നമ്മുടെ വീട്ടിൽ കൊണ്ടിടാൻ പറയട്ടെ. എന്തിനാ? അയാള് ഇത്രയ്ക്കൊക്കെ അവളെ എല്ലാവരുടെ മുമ്പിലും വലിയ സംഭവമായിട്ട് ഉയർത്തി കാണിക്കല്ലേ. അപ്പോ അയാൾക്ക് ഇഷ്ടമല്ലല്ലോ ലോറിയുടെ ശബ്ദം കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയൻ അതെടുത്ത് സ്റ്റാർട്ട് ചെയ്യ്. അയാൾ കേക്കട്ടെ ആ ശബ്ദം. എന്നിട്ട് അയാളുടെ മനസ്സ് തകരട്ടെ. നീ ഒന്ന് ചുമ്മാതിരിക്കരണേ. ഉണ്ണിയേട്ടന് ഒരു ലോറി സ്ത്രീധനായിട്ട് കിട്ടിയെന്ന് കൂട്ടിയാ മതി. കൊള്ളാം. സ്ത്രീധനായിട്ട് ആഡംബര കാർ കൊടുക്കാറുണ്ട്. ലോറി തരാന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാ. ലോറി യാത്ര ചെറിയ സംഭവമൊന്നുമല്ല. ഏത് ആഡംബര കാറിലും ലോറി കയറിയാലും കാറേ തകരത്തുള്ളൂ. പക്ഷേ അങ്ങനെ തകർക്കുന്ന ലോറി ലോഡ് അടിക്കാനേ കൊള്ളാവും, അല്ലാതെ യാത്രയ്ക്ക് കൊള്ളില്ല. ഫെബ്രുവരി മാസമായിട്ടുള്ളൂ, ഇപ്പോഴേ ചൂട് തുടങ്ങി. ഓ, പ്രതാപേട്ട, കരുണ അയച്ചു തന്ന ഫോട്ടോ അല്ലേ പ്രതാപേട്ടൻ കണ്ടത്? ദേ, ലക്ഷ്മി മോളൊരു ഫോട്ടോ ഇപ്പൊ അയച്ചു തന്നു, നോക്ക്. എന്താടാ? ഇവളുടെ മോള് എല്ലാം തികഞ്ഞ മരുമോനോടൊപ്പം എടുത്ത ഫോട്ടോ അയച്ചു കൊടുത്തതാ. നോക്ക്. അവനും അവളും കൂടെ നടുക്ക് കയറി നിൽക്കുവാന്നല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങള് സൈഡിലായി പോയടാ. കണ്ണന് മഹാലക്ഷ്മിയല്ലേ അവരെക്കാളും മൂത്തത്. അപ്പൊ പിന്നെ അവരല്ലേ നടുക്ക് നിൽക്കേണ്ടത്. അങ്ങനെ കൂടുതൽ നടുക്കാക്കാനൊന്നും നോക്കല്ലേ. അങ്ങനെ നോക്കിയാലേ നിന്റെ നാട് നോക്കി ഞാൻ ചവിട്ടി തരും. നിന്റെ മരുമോനെ പോലെ മുട്ടുകാരെ നീ ഇഴയും. എടാ പ്രതാപ, നീ ഇത് കണ്ടില്ലായിരുന്നോടാ? എന്താ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ദേ, ഇവിടെ കഴുത്തേ കിടക്കുന്ന ഒരു മാല ഉണ്ടോ? ആ, അത് പളുങ്ക മാലയമ്മേ. കണ്ടിട്ട് എനിക്ക് ഡയമണ്ട് നെക്ലേസ് ആണെന്നാ തോന്നിയത്. പിന്നെ ഇത്രയും വലിയ ഡയമണ്ട് നെക്ലേസ് നിന്റെ മരുമോൻ അവളുടെ കഴുത്തി വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പോവല്ലേ? പറയാൻ പറ്റത്തില്ലമ്മേ, അവൻ ചിലപ്പോ അതൊക്കെ ചെയ്തെന്ന് വരും. ഒരു മിനിറ്റ്. ഓക്കെ. അല്ല, നിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? എന്താ മുത്തശ്ശി? അല്ല മോളെ, അവളൊരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. അതിനകത്തെ അവള് ഒത്ത നടുക്ക് ഒരു പളുങ്കുമാലയൊക്കെയാണല്ലോ ഇട്ടോണ്ട് നിൽക്കുന്നത്. അത് ഡയമണ്ട് മാലയാണെന്നാ ഇവിടെ ഒരുത്തി പറയുന്നത്. പറഞ്ഞത് ശരിയാ, അതൊരു ഡയമണ്ട് മാല തന്നെയാ. അവൾക്ക് അവളുടെ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരൻ സമ്മാനിച്ചതാ. ജർമ്മനിയിലുള്ള കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരന്റെ കൈവശം കൊടുത്തു വിട്ടതാ. മോൾക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ലേ? അങ്ങനെയുള്ള കൂട്ടുകാരൊന്നും ഉണ്ണിയണ്ണില്ല, അതുകൊണ്ട് കിട്ടിയില്ല. എന്തുപറ്റി? എന്താമേ? അത് ഡയമണ്ട് നെക്ലസ് ആടാ പ്രതാപ. അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവളെ സ്വർണം കൊണ്ട് മൂടാൻ ആൾക്കാരുണ്ടല്ലോ പ്രതാപ. അതുപോലുള്ള കൂട്ടുകാരൊന്നും ഉണ്ണിക്കില്ലെന്ന് പറഞ്ഞ കർണമോളുടെ കരച്ചില്. അവൾ അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട് പ്രതാപ. കാല് വയ്യെങ്കിൽ എന്താ? അവന്റെ ചേട്ടന് ഉണ്ണിയേക്കാളും സ്വാധീനം ഉണ്ടെന്നാ തോന്നുന്നത്. കാലിനല്ല, സമൂഹത്തിന്.
അത് ശരിയാ, പാതി തളർന്നെങ്കിലും അവന്റെ മനസ്സുണ്ടല്ലോ, അത് ഇത്തിരി ഇമ്മണി കുഴപ്പം പിടിച്ച മനസ്സാ. അവനറിയാം അവന്റെ പോരായ്മ എന്താണെന്ന്. അതുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കാനാ ഉണ്ണിയെ പല സ്ഥലത്തും കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹവും ആരാധനയൊക്കെ തോന്നൂല്ലോ. എന്ന് വെച്ചാ ഇവിടെ ഒരുത്തി അമ്പലം മുഴുവൻ വിലക്കെടുത്തിരിക്കല്ലേ. പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്യടി, കരയിക്ക്. ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞ എന്റെ 2 മക്കൾക്ക് മനസ്സമാധാനം കിട്ടണമെന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അതുകൊണ്ട് നിന്റെ മോൾക്ക് നല്ല മനസ്സമാധാനം കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കുഞ്ഞ പന്തിയിൽ തോറ്റുപോയത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് എന്റെ കരണമോള് ഈ വീട്ടിലേക്ക് എങ്ങാനും വന്നാ പിന്നെ നിന്റെ മൂത്ത മോള് കാണുന്നത് വെള്ള പതപ്പിച്ച് കിടന്നിരിക്കുന്ന നിന്നെയായിരിക്കും. കൊത്തിയരിഞ്ഞു കൊല്ലുടി നിന്നെ. ഈ കല്യാണം മഹാലക്ഷ്മിക്ക് വേണ്ടാന്ന് അമ്മയുടെയും മോന്റെയും കൂടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ. അന്നും ഇതൊക്കെ തന്നെയാ പ്രതാപേട്ടൻ പറഞ്ഞത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്നെ കൊത്തിയെറിഞ്ഞു കൊല്ലൂന്ന്. ആ നേരത്ത് ഞങ്ങൾ അതുമാത്രം അല്ലല്ലോ പറഞ്ഞത്, മറ്റു ചില കാര്യങ്ങളും കൂടെ പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ നീ അങ്ങ് മറന്നുപോയോ? നിന്റെ മോള് ഞങ്ങളുടെ കൊച്ചിന്റെ അടിമയാകണമെന്ന് കൃത്യമായിട്ട് അവളോട് പറഞ്ഞിട്ടാ അവളെ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചത്. എന്നിട്ടിപ്പൊ ഞങ്ങളുടെ മോളെ അടിമയാക്കാനാ ആ മഹായക്ഷി ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അതെടി, ആ യക്ഷി ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞിന്റെ ചോര കുടിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്റെ കുഞ്ഞിന്റെ നിയന്ത്രണം എന്റെ കയ്യിലല്ല, കണ്ണന്റെ കയ്യില. അതുകൊണ്ട് അമ്മയ്ക്കും പ്രതാപേട്ടന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കണ്ണനോട് പറഞ്ഞാ മതി. ഇവളിതൊക്കെ ആസ്വദിക്കുവാടാ. അവിടെ മോൾക്ക് കുടുംബജീവിതം ഇല്ലെങ്കിലും നമ്മളുടെ വിഷമം കണ്ട് അവളങ്ങ് ആനന്ദിക്കുക. ആ എന്നെങ്കിലും ഒരു ദിവസം ഉത്തരത്തിൽ കിടന്ന് ആടുന്നത് വരെ ഈ ആനന്ദം കാണുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവളുടെ മോളും മരുമോനുമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി തരും. ആനന്ദു, അവൻ ജർമ്മനി കിടന്ന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കോടികളുണ്ട്. പക്ഷേ കുട്ടികളില്ല. അപ്പൊ പിന്നെ ഉള്ള പൈസയൊക്കെ എങ്ങനെയെങ്കിലും തൊലയ്ക്കണമല്ലോ. എന്നാലും ഇതൊരു അടിപൊളി നെക്ലസ് ആണല്ലോ അമ്മ. മഹാലക്ഷ്മി എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ. സ്വഭാവത്തിൽ അവള് ദൈവങ്ങൾക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്നവളാ. അത് മേക്കേട്ടൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരുത്തിയെ അവന്റെ ഭാര്യയായിട്ട് നിലനിർത്തിയാൽ തറവാട് മുടിയത്തില്ലേ ദുർഗേ? അതുകൊണ്ട് അവളെ പുറത്താക്കാൻ എന്താന്ന് വെച്ചാ ഏട്ടനും മേഘനും കൂടി അങ്ങ് തീരുമാനിച്ചോ. മേഘന്റെ ഇവളുടെയും കല്യാണം കഴിയുന്നതിന് മുൻപ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ദാമ്പത്യം വട്ടപൂജ്യമാണെങ്കിലും കണ്ണനെ കറക്കി വീഴ്ത്തിയിരിക്കുക അവള്. കരുണയുടെ സ്വഭാവം അവൾക്കറിയാം. അതുകൊണ്ടാ ഉണ്ണിയെ മനഃപൂർവ്വം കൊച്ചാക്കാൻ വേണ്ടി ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ അവള് വാങ്ങിച്ചെടുക്കുന്നത്. കണ്ണൻ വിളിച്ചു പറഞ്ഞു കാണും അനന്തുവിനോട്, കെട്ടിയോൾക്ക് നല്ലൊരു സമ്മാനം വേണോന്ന്. അതുകൊണ്ടിപ്പോ എന്താ, അവന് വരാൻ പറ്റാത്തത് കൊണ്ട് അവന്റെ കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുക. ഉണ്ണിയെ മനഃപൂർവ്വം കരിവാരി തേക്കാനായിട്ട്. ഫംഗ്ഷനും അവളായിരിക്കും ഷൈൻ ചെയ്തത്. ആ ഷൈനിങ് അതേപടി തുടരരുത് മോളെ. തറവാടിന് പേരുദോഷം ഉണ്ടാക്കാൻ വന്നവളെ എങ്ങനെങ്കിലും ചവിട്ടി പുറത്താക്കിയേ പറ്റൂ. അതത്ര നിസ്സാരമല്ല അമ്മാവ. കാമുകൻ വീടിനകത്ത് കയറിയിട്ടും ഭാര്യയെ പറഞ്ഞുവിടാത്ത ആളാ കണ്ണേട്ടൻ. എന്നു മാത്രമല്ല, അതിനുശേഷം കണ്ണേട്ടൻ അവളോട് ഭയങ്കര സ്നേഹമാ. കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും പോലും അവളെ കണ്ണെടുത്താ കണ്ടൂടാ. ആ നേരത്താ കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ണൻ അവളെ കൊണ്ട് നടക്കുന്നത്. എടാ, ഞാൻ പറഞ്ഞില്ലേ, കാല് വയ്യാത്തവന് അവളെപ്പോലെ ഒരുത്തിയെ കിട്ടത്തില്ല. അതുകൊണ്ട് ഭാര്യയാണെന്ന് പറയാൻ ഒരുത്തി കൂടെ വേണം. അങ്ങനുള്ളപ്പോ അവളെ കൊണ്ടവൻ
പൊറുതി മുട്ടണം. അവൻ തന്നെ അവളെ കൊണ്ട് വിടുകയും വേണം. അതിനൊരു കാരണം ഉണ്ടാക്കിയാ വേണ്ടത്. മേഘേട്ടൻ അതിനു വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇത് മേഘേട്ടന്റെ കൂടെ ഭാവിയുടെ കാര്യമല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് കരുതാം. ഓ, അവൾ ആരുടെ കൂടെയെങ്കിലും ഒളിച്ചോടി പോയാലും മതിയായിരുന്നു. അതോടെ ആ ശല്യം തീർന്നേനെ. ഇതവൾക്ക് കാമുകനെയും വേണം, കണ്ണന്റെ സ്വത്തും വേണം. വല്ലാത്തൊരു യക്ഷി തന്നെയാ, വടയക്ഷി. അവളെ ജയിക്കാനായിട്ടാ പോയത്. എന്നിട്ട് നമ്മൾ തോറ്റു തുന്നം പാടി. കാലിന് സ്വാധീനം ഇല്ലെങ്കിലും അയാൾ എങ്ങനെ നോക്കിയാലും ഉണ്ണിയേട്ടന് മുകളിലാ. സത്യം പറഞ്ഞ അങ്ങനെ വീൽ ചെയറിൽ നിന്ന് വീണതിന്റെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് പോയി. അതൊരു വലിയ പോരായ്മയല്ലേ കരണേ? സത്യം പറഞ്ഞ കണ്ണേട്ടനെ കല്യാണം കഴിച്ചതോടെ ഏട്ടത്തിന്റെ ജീവിതം തീർന്നില്ലേ? അങ്ങനെ തീരുമെന്നാ കരുതിയത്. പക്ഷേ അവൾ ഇപ്പോഴാ ജീവിക്കുന്നത്. എന്റെ വീട്ടിൽ വെച്ച് അവൾക്ക് വലിയ ജീവിതമൊന്നും ഇല്ലായിരുന്നു. ബികോം വരെ പഠിച്ചത് തന്നെ വലിയ പാടുപെട്ട. അച്ഛന്റെയും എന്റെയും കാല് പിടിച്ചതുകൊണ്ടാ അത്രയും വരെയെങ്കിലും എത്താൻ അവൾക്ക് പറ്റിയത്. നമുക്ക് നാളെ കുഞ്ഞുങ്ങൾ ജനിക്കും. അവരും ഒത്ത് സന്തോഷത്തോടെ സുഖത്തോടെ നമ്മൾ ജീവിക്കും. അത്തരം ജീവിതങ്ങളൊന്നും നിന്റെ മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ആശ്വസിക്കേണ്ട ഉണ്ണിയേട്ടാ. ഇന്നെന്തായാലും അവളല്ലേ തല ഉയർത്തിപ്പിടിച്ച് നിന്നത്. കമലേശ്വരത്തെ കണ്ണൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. അത്രത്തോളം ഉണ്ണിയേട്ടനില്ല. ഞാൻ കണ്ണേട്ടന്റെ അനിയനല്ലേ? അതെ, എല്ലാ അർത്ഥത്തിലും അങ്ങനെ ആയിപ്പോയി. അയാള് വലിയേട്ടം കളിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നുവെച്ച് കല്യാണം കഴിഞ്ഞതോടെ അവൾ ഒരു സ്റ്റെപ്പ് എനിക്ക് മുകളിലാ. എന്റെ അച്ഛനും മുത്തശ്ശിക്കും പോലും ഇനി അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാഗരെ, ഒന്ന് നിർത്തിയേ. നിർത്താനല്ലേ പറഞ്ഞേ? എന്താ മാഡം? നിർത്താൻ പറഞ്ഞ നിർത്തില്ല. എന്താ മഹി? എന്തേ വരുന്നു? തൽക്കാലം രക്ഷപ്പെട്ടു. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ മഹി? എന്താന്നൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം. ആരത്? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? മാഡത്തിന് പരിചയമുള്ള ആരെങ്കിലും ആണോ? അതെ, വെറും പരിചയമല്ല, നല്ല പരിചയം. പക്ഷേ പറഞ്ഞ സമയത്ത് സാഗർ വണ്ടി നിർത്തിയില്ലല്ലോ. സോറി മാഡം, പെട്ടെന്ന് ഞാൻ കേട്ടില്ല. മറ്റെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരി. അപ്പൊ ഡ്രൈവിംഗിനിടയിലും എന്തൊക്കെ ആലോചിക്കുന്നുണ്ടല്ലേ? ഏയ്, അങ്ങനെയല്ല സാർ. ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ മാഡം വിളിച്ചത് ശ്രദ്ധിച്ചില്ലെന്നാ പറഞ്ഞത്. അയാളെപ്പറ്റി ഇനി ഭർത്താവിനോട് ഭാര്യ പറയൂ? ആ, പോ. ആ,
അയൽക്കാരാണ്ട് സ്വർണത്തിൽ കൈവശം കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങനെ സ്വർണം കിട്ടുമോ? ഉണ്ണിയാകെ എന്ത് ചെയ്യണോന്നറിയാത്ത അവസ്ഥയിലാ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.